തൃശൂർ പൂങ്കുന്നത്ത് വീടിൽ ഇന്നും പാമ്പുകളെ കണ്ടെത്തി. MG നഗർ സ്വദേശി കാർത്തികിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പുകളെ കണ്ടെത്തിയത്. ഇന്നലെ ഇവിടെ നിന്ന് 18 പാമ്പുകളെ പിടികൂടിയിരുന്നു. ഇന്ന് JCB ഉപയോഗിച്ച് തറ പൊളിച്ച് പരിശോധന നടത്തും. ഇന്നലെ ഒരു 18 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 2 അപ്പം മൊത്തം 20 ഇപ്പോൾ കിട്ടിയിരുന്നു. ഇനിയിപ്പോൾ ഇത് പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇനി ഉണ്ടോ ഇല്ലയെന്ന് അറിയാം. പക്ഷേ ഫുള്ള് അടി പൊത്തും കഴിഞ്ഞുള്ള തറയിൽ ഫുള്ളും പൊത്ത. അപ്പോൾ എവിടേക്ക് പോകണമെങ്കിൽ പാമ്പിന് പോവാം. ഇനിയിപ്പോൾ ഇത് ഈ ഭാഗം പൊളിച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം കിട്ടോ ഇല്ലയെന്ന്. JCB ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങും പൊളിക്കൽ. നടരാജ് പരശുരാമുണ്ട് വിവരങ്ങൾ നൽകാൻ. നടരാജ്, ഇത് ഏത് ഗണത്തിൽപ്പെടുന്ന പാമ്പാണ്? ഇത് JCB വെച്ച് പൊളിക്കാന്ന് പറഞ്ഞാൽ വീട് മൊത്തം പൊളിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ? നൗഫൽ, മലമ്പാമ്പിന്റെ കുട്ടികളെയാണ് കഴിഞ്ഞ ദിവസം വീടിന്റെ പരിസരത്ത് നിന്ന് കണ്ടത്. 1 അല്ല 2 അല്ല 18 മലമ്പാമ്പൻ കുട്ടികളാണ് വീടിന്റെ പരിസരത്ത് നിന്നും കണ്ടെത്തിയത്. വീടിനടിയിൽ വീടിന്റെ മുറ്റത്തിന്റെ അടിഭാഗത്ത് ഇത് മുട്ടയിട്ട് കൂട്ടിയതാവാം ഓരോന്നായി വിരിഞ്ഞ് പുറത്തേക്ക് വരുന്നത് എന്നാണ് സംശയിക്കുന്നത്. എന്തായാലും ഇന്നലെ 18 പാമ്പുകൾ കൊണ്ടുപോയി. ഇന്ന് രാവിലെ വരെ 2 മലമ്പാമ്പൻ കുട്ടികളെ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ വീടിന് പരിസരത്ത് കനാലുകളാണ്. വലിയ കനാലിൽ വെള്ളം പോരുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അതിന്റെ ഭാഗത്ത് സ്വാഭാവികമായിട്ടും പാമ്പുകൾ വരാനും മുട്ടയിടാനുമുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ മുട്ടയിട്ടത് ബാക്കി ഉണ്ടാകുമോ? കൂടുതൽ പാമ്പുകൾ വീടിന്റെ തറയുടെ ഭാഗത്ത്, അതായത് വീടിന്റെ മുറ്റത്താണ് പൊളിക്കേണ്ടി വരിക. മുറ്റത്ത് താഴെയുള്ള ഭാഗത്താണ് പൊളിക്കേണ്ടി വരിക. വീട് പൊളിക്കേണ്ടി വരില്ല. അപ്പോഴും എത്രത്തോളം മുട്ടകൾ ഉണ്ടാവാം അല്ലെങ്കിൽ പാമ്പിൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകാം എന്നുള്ള ആശങ്കയ്ക്ക് ബാക്കിയാണ്. എന്തായാലും തറ പൊളിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ പരിശോധന നടത്താനാണ് ഉദ്ദേശിക്കുന്നത്.